സൂപ്പർ കൺമണിയുടെ ഏറ്റവും പുതിയ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മുവാണെങ്കിൽ ബലരാമൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പണ്ട് എൻ്റെ ഏട്ടൻ എന്തുമാത്രം പാവമായിരുന്നു, എല്ലാവരോടും വലിയ സ്നേഹമായിരുന്നു. പക്ഷേ എപ്പോഴാണോ തോക്കെടുക്കാൻ തുടങ്ങിയത് അപ്പോൾ മുതൽ ഏട്ടൻ്റെ സ്വഭാവം മാറിയിരിക്കുന്നു. എനിക്ക് എപ്പോഴും ഇവിടെ വരണമെന്നും ഏട്ടൻ്റെ സ്നേഹം അനുഭവിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇവിടേക്ക് വരാൻ തന്നെ എനിക്ക് പേടിയാണ്. ഇവിടെ വരുമ്പോൾ കേൾക്കുന്നത് ഓരോരോ കൊലപാതകങ്ങളും മറ്റുള്ളവരെ ചതിക്കുന്ന കഥകളാണ്. ഒക്കെ കേട്ട് മടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വരാത്തത് എന്നൊക്കെ പറയുമ്പോൾ ബലരാമനാണെങ്കിൽ അത് കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അയാൾക്കാണെങ്കിൽ ശരിക്കും സങ്കടമൊക്കെ വരുന്നുണ്ട് മനസ്സിൽ. പക്ഷേ സത്യത്തിൽ ബലരാമൻ നല്ലവനാണെന്നും അയാളെ ഇങ്ങനെയാക്കിയത് സുമിത്രയും ബാലുവുമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മുവിനറിയാം. ബലരാമനാണെങ്കിൽ താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യം വരുന്നുണ്ടെങ്കിലും സുമിത്രയ്ക്കും ബാലുവിനും കൊടുത്ത ആ വാക്കിൻ്റെ പുറത്ത് ആ ഒരു ചിന്താഗതി മറച്ചു വയ്ക്കുകയാണ് കേട്ടോ. പിന്നീട് അലുകയിലെ ഡിസൈനിൽ കൺമണി ചെയ്ത ആ ഡിസൈനിന് വേണ്ടിയിട്ട് അപ്രൂവിന് വേണ്ടിയിട്ട് ദേവജി കാത്തു നിൽക്കുകയാണ്. ഇതേ സമയം കൃഷ് മഹിയോട് പറയുന്നുണ്ട്, ആ ബലരാമിന് പിന്നിൽ മറ്റാരോ ഉണ്ട്, അവന് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ ഒരാളുണ്ട്, കൺമണിയാണ് ചെയ്തു കൊടുത്തത് എന്നറിയാതെയാണ് അവർ സംസാരിക്കുന്നത്. ഇതേസമയം വിദ്യ കൺമണിയെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ കൺമണിയോട്. ഇത് കേട്ട് കൺമണി സഹിക്കാൻ വയ്യാതെ വിദ്യയുടെ കരണത്തിനിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ കൺമണി. ഇതേസമയം മാനസ വിളിക്കുന്നുണ്ട് കൺമണിയെ. കൺമണിയാണെങ്കിൽ വിദ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാനസയോട് പറഞ്ഞിട്ട് തല്ലിയ കാര്യവും പറയുന്നുണ്ട് കേട്ടോ. ഇതേസമയം അവൾക്കിട്ടൊന്ന് കൊടുക്കണമെന്ന് ഞാൻ പണ്ടേ വിചാരിച്ചതാണ്, കൺമണി അത് ചെയ്തല്ലോ, എനിക്ക് സന്തോഷമായി എന്ന് പറയുന്നുണ്ട് മാനസ. കൃഷും കൺമണിയും തമ്മിലുള്ള വീഡിയോ എനിക്ക് അയച്ചു തന്നത് വിദ്യയാണെന്ന് മാനസ പറയുന്നുണ്ട് കേട്ടോ. ഇനി എൻ്റെ നേർക്കെങ്ങാനും വന്നാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത് എന്നതും കൂടെ കൺമണി പറയുന്നുണ്ട് വിദ്യയോട്. എന്തായാലും ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് വിദ്യ പറയുമ്പോൾ നീ ഒരു ചുക്കും ചെയ്യില്ല, എന്തായാലും നിൻ്റെ കുറേ കള്ളത്തരങ്ങൾ എനിക്കറിയാം, അതൊക്കെ ഞാനിവിടെ എല്ലാവരെയും അറിയിക്കുമെന്ന് കൺമണി നല്ല മറുപടി തന്നെ വിദ്യയ്ക്ക് കൊടുക്കുന്നുണ്ട്. വിദ്യയാണെങ്കിൽ ആദ്യം ഒരു പാവമായിരുന്നെങ്കിലും ബലരാമൻ്റെ കൂടെ കൂടുതൽ പിന്നെ ആളാകെ മാറിയിരിക്കുകയാണ്. കൺമണിയെ ശത്രുവായിട്ടും കാണാൻ തുടങ്ങുന്നു. വിദ്യ പറഞ്ഞിട്ട് അലുകയിലെ എല്ലാ കാര്യങ്ങളും ബലരാമൻ അറിയുന്നുണ്ട് കേട്ടോ. അക്കാര്യം കൃഷിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് കൃഷ് മഹിയോട് അക്കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. ബലരാമനാണെങ്കിൽ അലുകയിലെ കാര്യങ്ങളൊക്കെ അറിയുന്നു, അതെങ്ങനെയാണെന്ന് അറിയണം എന്നൊക്കെ. പിന്നീട് മാനസയോട് കൺമണി കൃഷിൻ്റെ വീട്ടിൽ താമസിക്കാൻ പോകുകയാണെന്ന് പറയുമ്പോൾ, എന്താ കൺമണി നീ കൃഷിൻ്റെ വീട്ടിൽ താമസിക്കാൻ പോകുകയാണോ എന്ന് മാനസ ചോദിക്കുകയാണ്. അതെ മേഡം, സുജാത മേഡം എന്നെ അവിടേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് എന്നോ മറ്റോ കൺമണി പറഞ്ഞു കാണുമായിരിക്കും. പിന്നീട് കൺമണി കൃഷിൻ്റെ വീട്ടിൽ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷിന് ഫുഡ് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തോ ഫുഡ് കൃഷി കഴിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല അങ്ങനെ ചെയ്യുന്നത്. എന്നാലും കൃഷിന് കൺമണി വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം കൃഷിൻ്റെ മുഖത്തൊരു ചിരിയും വരുന്നുണ്ട് കേട്ടോ. ഇതേ സമയം കൃഷിന് കൺമണിയോട് ഒരു സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. അവർ ഇടയ്ക്കിടെ പരസ്പരം നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് കൺമണിയുടെ കഴുത്തിൽ ആ ഒരു താലിയുള്ള കാര്യം കൃഷി കാണുന്നത്. ഇതവൾ ഇനിയും പൊട്ടിച്ചില്ലേ എന്ന് മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ കൃഷി. കൺമണിയാണെങ്കിൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കിടക്കാൻ പോവാണ്. കൃപയ്ക്കൊപ്പം കിടക്കാനാണ് കേട്ടോ കൺമണി പോകുന്നത്. ഇതേസമയം കൃഷി വിളിക്കുന്നുണ്ട് കൺമണിയെ. ഈ താലിക്കാര്യം ചോദിക്കാനായിരിക്കും കേട്ടോ വിളിക്കുന്നത്. എന്താണെന്ന് കൺമണി ചോദിക്കുമ്പോൾ അത് ചോദിക്കേണ്ടെന്ന് വെച്ച് ഒന്നുമില്ല പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട് കൃഷി. പിറ്റേ ദിവസത്തെ ഒരു കാര്യമാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത്. അപ്പോൾ കൺമണിയുടെ കൈ കൃഷി ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് അവളെ ബെഡിലേക്ക് ഇടുകയാണ്. കൃഷി ഉറങ്ങുന്നതിനിടയ്ക്കാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. രാവിലെ കൺമണി കൃഷിന് ചായ കൊണ്ടുവരുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ സംഭവിക്കുന്നത്. ഒന്നും അറിയാത്തതുപോലെ കൺമണിയും കിടക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഒരു അങ്കലപ്പോടെ കൃഷിനെ നോക്കി കിടക്കുകയാണ്. കൃഷി ആണെങ്കിൽ ഒന്നും അറിയാതെ ഒരു കുഞ്ഞിനെ പോലെ ഉറങ്ങുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. കൃഷി ആണെങ്കിൽ ഒരു മോതിരം മേടിച്ച് കൺമണിയുടെ കയ്യിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കൺമണി ഒട്ടും പ്രതീക്ഷിക്കുന്നതല്ല. പിന്നീട് കൃഷി കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല കൺമണി മുറിക്കകത്ത് എത്തുന്നുണ്ട്. ഇതേസമയം കൺമണിയുടെ തലയിലേക്കൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും നനയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം പ്രണയത്തോടെ നോക്കി നിൽക്കുകയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും സൂപ്പർ കൺമണിയുടെ ഇനി വരാനായിട്ട് പോകുന്നത് നല്ല അടിപൊളി എപ്പിസോഡുകൾ തന്നെയായിരിക്കും. ആ എപ്പിസോഡിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്